കൊള്ളാം. എന്താണ് ആ കൊള്ളാവുന്ന സാധനം എന്ന് കണ്ട് ഗൈസ്, ഇതാണ് ഉണ്ണിമധുരം. ഞാൻ ഇതിൻ്റെ അടുക്കാലത്ത് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴായിരുന്നു ഈ ഉണ്ണിമധുരത്തിന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഞാനും ഉണ്ടാക്കി നോക്കി ഉണ്ണിമധുരം. സൂപ്പറാണ്, എനിക്കിഷ്ടമായി. ആ വീഡിയോയിലെ ചേച്ചി ആസ്വദിച്ച് തിന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൊതിയായി. അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അതിലാ ചേച്ചി പപ്പടമൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. പപ്പടത്തോടെ എനിക്ക് പൊതുവേ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പപ്പടം കൂട്ടി എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിട്ടില്ല. അപ്പം ഞാൻ റൊട്ടി കൂട്ടി തിന്നോക്കി. എനിക്ക് റൊട്ടി പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ റൊട്ടിയും കൂട്ടിയിട്ടായിരുന്നു തിന്നത്. റൊട്ടി കൂട്ടി തിന്നാൻ നല്ല രസമുണ്ട്. ഒരു എന്താ പറയുക, നല്ലൊരു സ്വീറ്റായിട്ടുള്ള ഒരു സാധനം. അപ്പോൾ ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വിചാരിച്ചാൽ തേങ്ങാപ്പാൽ വേണം, ശർക്കര വേണം, അതുപോലെ തന്നെ ഒരു പഴം വേണം. ഒരു പഴം, രണ്ടോ മൂന്നോ പഴം എടുക്കുക. അതിൽ ഏലക്ക, പിന്നെ ജീരകം, ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ണിമധുരം ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നവരെ ബൈ ഗായ്സ്.